പോലെയായി. നിന്റെ അച്ഛനാള് വിളഞ്ഞ പുള്ളിയാണ്, അല്ലെങ്കിൽ ഇപ്രായത്തിൽ എന്റെ അമ്മായിയെ വിലയിടുക. പിന്നെ എന്റെ അച്ഛൻ പാവാ. ഏതായാലും എനിക്ക് സന്തോഷായി. ഇനി നമ്മുടെ കാര്യം വരുമ്പോഴാണ് നിന്റെ അച്ഛനോട് ഞാൻ ഇടയാൻ പോണത്. ഒന്നുമില്ല, എന്റെ ഇഷ്ടമാണ് അച്ഛന്റെ ഇഷ്ടം. അച്ഛൻ സമ്മതിക്കും. പിന്നിപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഈ ചേച്ചി ഉണ്ടല്ലോ. സമ്മതിച്ചില്ലെങ്കിൽ രാഘവന് പുല്ലാണ്. സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ വന്ന് വിളിച്ചിറക്കി അങ്ങാട് കൊണ്ടുപോകും. ഞാൻ വന്നെങ്കിലല്ലേ. വന്നില്ലെങ്കിൽ പിടിച്ചു കെട്ടി കൊണ്ടുപോകും. ഞങ്ങള് കൈ കെട്ടി നിന്ന് തരാം, പിടിച്ചു കെട്ടാൻ. ഈ കൈ കണ്ട, ഇങ്ങനെ ഒരു പിടിയങ്ങാട് പിടിച്ചാല് നിന്റെ അച്ഛനല്ല അച്ഛന്റെ അച്ഛൻ വന്നാ പിടിവെക്കുക. അയ്യോ വിടലേക്കോ. എടി കുരുത്തം കെട്ടവളെ, അമ്മേനെ പെങ്ങളെ തിരിച്ചറിയാൻ പാടില്ലാത്ത എംപോക്കി. ഒന്ന് എന്നെ തല്ലിക്ക, പക്ഷെ അവക്കടെ മേത്തോട്ടാല് രാഘവന്റെ വിധം മാറും. അടി എന്നെ വിടാൻ വിടാൻ നീ എന്റെ മകളെ കാണുകയോ മുണ്ടുകയോ ചെയ്താലുണ്ടല്ല കടലിൽ നിന്റെ തേവം പോകും, അറിയാവാ? ഓടി കുറച്ചു നാളായി ഞാൻ ചിലതൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. പിള്ളേരല്ലേ കൂടപ്പിറപ്പിങ്ങളല്ലേ എന്നാണ് എന്റെ വിചാരം. പിള്ളേരുടെ ഉള്ളിലിരിക്കണ അതാണ്. ഇതിനൊക്കെയുള്ള പ്രായം ആയാടി നിനക്ക്. താഴത്ത് വെച്ചാ ഉറുമ്പരിക്കും, തലയെ വെച്ചാ പേനരിക്കും. അങ്ങനെ വളർത്തണതാണ്. എന്നിട്ട് കണ്ട മണഗുണാഞ്ചന്മാരുടെ കൂടെ കഴുത്തി ഞാൻ കണ്ടിക്കും. എങ്ങനെ എന്റെ മകൾക്ക് ഇത് തോന്നി? എന്റെ തമ്പുരാന് മുത്തേ, അച്ഛനെ നീ തകർത്ത് കളഞ്ഞല്ലാടി. എങ്ങനെ തോന്നി ഇത് നിനക്ക്? അവൻ വല്ല കൈവശവും തന്ന മകളെ, അച്ഛനോട് എന്തെങ്കിലും ഒന്നും ഉണ്ടടി. ഈ കണ്ണുനീര് കണ്ടിട്ട് അച്ഛന് സഹിക്കണില്ല. പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു, മറന്നുകള. ഇനി എന്റെ മുത്തിന് പിടിപ്പുകേട് പറ്റരുത്. ചെന്ന് മോൻ കഴി പഠിക്കാനുള്ളതൊക്കെ പഠിക്കും. പഠിച്ചു വലിയ ഡോക്ടറാകാനുള്ളതല്ലേ. വലിയ നിലയമ്മലുള്ള രാജകുമാരനെ കൊണ്ടെന്തായാലും അച്ഛന്മാർക്ക് ചെല്ലും. നിന്റെ തല എടുത്ത് വീഴടാ. കാലപാമ്പത്തിന്റെ നെറുകത്തിലെ കൊത്തുവിടാ. എന്റെ മകനെ തല്ലിച്ചയച്ച് പന്തറാക്കിയിട്ട് ഞാനിവനെ വെറുതെ വിടാന്. ഞാനിവന് എത്ര കഞ്ഞിയും ചോറും വെച്ച് വിളമ്പിയതാണ്. നന്ദിയില്ലാത്ത പട്ടി. നിങ്ങളൊന്നും മുണ്ടാണ്ടിരിക്കാൻ. ഇവന്റെ മുഖത്ത് പത്താട്ടാണ്ട് ഞാൻ വരികയല്ല. എടാ നന്ദി കെട്ട നാപ്പറ്റ മോനെ. അയ്യോ പിടിച്ചോണ്ട് ഓടി തമ്പി തെളിയണ്ട. ചേട്ടൻ ഇങ്ങോട്ട് നീ നിരക്കാകെ ഒക്കോളവിടുന്നു. എന്റെ കുഞ്ഞേ, ഇവൻ
നിനക്ക് അവനെ തല്ലണേ ഒരു വടിയെടുത്ത് തല്ലാൻ പാടില്ലായിരുന്ന. നിന്റെ മന്ദം കൈ കൊണ്ട് എന്നാ വീക്കിയത്. ചെറുക്കന്റെ ചുണ്ടു മുറിഞ്ഞ് ചോര വന്നു. തള്ളമാര് കണ്ട സഹിക്കുവാടാ. ചോറ് കാലമായാ മകളെ? ഇല്ല. ഇനി എപ്പോഴാണ്? ചെന്ന് അരിയടപ്പത്തിട്. ചെല്ല്. പിള്ളേരൊരു തമാശ പറഞ്ഞ് ചിരിച്ചു എന്ന് വെച്ച് നീ ഇതത്ര കാര്യമാക്കാനുണ്ടാ? ഇത് തമാശയാണ്. ഈ തമാശ വേണ്ട. ആങ്ങളെയും പെങ്ങളുമാണെന്ന് ഓർത്തിട്ട് ഇപ്പൊ അതല്ല. പിള്ളാരിക്കട മനസ്സ് അങ്ങനെ ആണേല് നമ്മക്കതങ്ങാട്ട് നടത്തി കൊടുക്കാവടാ. എന്താണ് പറഞ്ഞത്? നടത്തിക്കൊടുക്കാനാ? അല്ലും ഭേദം എനിക്ക് എന്റെ മകളെ കൊണ്ടേ കടയിൽ തള്ളാവല്ല. അത്ര മോശക്കാരനാണാടാ എന്റെ രാഘവൻ. നിനക്കവൻ മോശക്കാരനല്ലേ ആയിരിക്കും. പഠിപ്പും വിവരവും ഇല്ലാത്ത ഒരു മണഗുണാഞ്ചം ചെറുക്കണ എന്റെ മകളെ ഞാൻ കൊടുക്കുകയല്ല. മനസ്സിൽ അങ്ങനെ വല്ല ആശയം ഉണ്ടെങ്കിൽ അതങ്ങാട് കളഞ്ഞേരും. നടക്കുകയല്ല കൊച്ചുരാമ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നടക്കുകയല്ല. നിന്റെ മകളാര് മാനത്തൂന്ന് പൊട്ടി വീണതാ? അതോ കയ്യും കാലും കണ്ണും ഒക്കെ 4 വീതമുണ്ടാ? എന്റെ മാനം നീ കെടുത്തി. എടാ നന്ദിയില്ലാത്ത ചെറ്റേ. കൊച്ചിരാമൻ അതിമോഹക്കാരനല്ലടാ. ദേ ഇനി പൊന്നുകൊണ്ട് മഞ്ച് തീർത്തു തരാന്ന് പറഞ്ഞാ പോലും കൊച്ചിരാമന്റെ മകന് നിന്റെ മകളെ വേണ്ടടാ. ദേ ഇനിമേലാ തുള്ളിച്ചാടി എന്റെ കുടുംബത്താട്ട് വന്ന മുഖത്ത് ഞാൻ ചൂലെടുത്തടിക്കും. എന്റെ കൊച്ചിനെ നീ തല്ലി, ഞാനത് സഹിച്ച്. ഇനി എന്റെ മകന്റെ മേത്തങ്ങാനം തൊട്ടാ കൊച്ചിരാമൻ നിന്റെ കൊടയെടുക്കൂടാ. എനിക്കിത് കിട്ടണം. പാമ്പിനാണല്ലോ ഞാൻ പാല് കൊടുത്തത്. അവന്റെ മകടാ ജോഗ്യത. മതിയായ? തൃപ്തിയായ? എല്ലാം തകർത്ത് തരിപ്പണമാക്കിയല്ല? എല്ലാം അറ്റുപോയല്ല? എന്നാ ഉണ്ടായത്? എന്നാ പറഞ്ഞവൻ? ഇന്നത്തെ കൊണ്ട് എല്ലാം തീർന്നിരിക്കണം. ഇനി മേല അവരാതിനെ കാണുകയും മുണ്ടുക ചെയ്താ പറഞ്ഞത് കേട്ടടാ. എടാ കേട്ടോ? ഞാൻ കാണും. മുണ്ടും നീ കാണുവാടാ. എന്റെ വാക്ക് എന്റെ കുടുംബത്തിൽ ഞാൻ കേട്ടുകയല്ല. വേണ്ട, എന്നാലും ഞാൻ കാണും. നീ കുളം പിടിക്കത്തില്ലടാ. എല്ലാത്തിനെയും നീ കൊലയ്ക്ക് കൊടുക്കും. ആരാടി എത്തുമെന്ന് മോങ്ങാൻ പൊടിയകത്ത. ചേട്ടാ എന്താ ഇത്? എടി ലോകത്താവും മാത്രമല്ലാണ്. പറഞ്ഞ സമയത്ത് നിന്റെ കല്യാണം ചേട്ടൻ നടത്തും. നടത്തിയില്ലെങ്കിൽ കൊച്ചിരാമൻ പെണ്ണായിട്ട് വരും. സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ കഴിഞ്ഞവര്. ഞാൻ ചെയ്തത് തെറ്റാണ്. വെറുതെ കടപ്പുറത്ത് മീൻകൊട്ട ചുമക്കാനാണ് ഞാൻ ഈ പെടാപ്പാട് മുഴുവൻ പെട്ടത്. ഒരു സ്ഥാനത്തെത്തിക്കാണണം. അതിനാണ് പുള്ളേറ്റ ഞാൻ ജീവിക്കുന്നത്. ഒരു പെണ്ണിന്റെ കൂടെ ഞാൻ പുറത്തതേ ഒരു കൊല്ലമാണ്. ഒരു മനുഷ്യന്റെ സുഖവും സന്തോഷവും ഒക്കെ വേണ്ടെന്ന് വെച്ചത് എന്റെ കൊച്ചിന് വേണ്ടിയിട്ടാ. അറിയാവാ? എന്നിട്ട് ഇപ്പ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേരുടെ മനസ്സാണ്. നീ കുറെ കൂടി തന്ത്രത്തിൽ ഇത് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു. ഇതിപ്പോ വെറുതെ തല്ലും വഴക്കും വക്കാണവും. പുറത്ത് നിൽക്കണവരിക്ക് പറയാം. സ്വന്തം മക്കള് പിഴച്ചു പോകുമ്പോഴേ അതിന്റെ ദണ്ണം മനസ്സിലാവുള്ളൂ. നീയും ചന്ദ്രയും തമ്മിൽ ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും നിന്നോട് കറുത്തൊരു വാക്കാവും പറഞ്ഞിട്ടില്ലെന്നാ കൊച്ചിരാമൻ പറഞ്ഞത്. അതുപോലെയാണോ ഇത്? പഠിക്കാൻ പോണ കൊച്ചാണ്. അവിടെ ഭാവി പോകല്ലേ പുള്ളച്ച? ഞാൻ നിന്നെ കുറ്റം പറയല്ല. ഞാനാണെങ്കിലും ഇതൊക്കെ തന്നെ സംഭവിക്കും. ആട്ടെ, ചന്ദ്രികയുടെ കാര്യത്തിൽ നീ ഇനി എന്താ ചെയ്യാൻ പോണോ? എനിക്കറിയാൻ മേലേ. ഇത്രയും നാൾ ഒരാശയില്ലാതെ കഴിഞ്ഞതാ. ഇപ്പ പറഞ്ഞിട്ട് കിടന്ന് പെടയാണ് പുള്ളേറ്റ ഞാൻ. നിങ്ങൾക്കായിരിക്കും പറഞ്ഞാ മനസ്സിലാകുക.